ഇന്ന് കാലിഫോർണിയയിലെ ഒരു കാവൽ നായയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഹലോ മലയാളം തുടങ്ങാൻ പോകുന്നത്. വർഷം 2017 ഒക്ടോബർ മാസമാണ്. കാലിഫോർണിയയിൽ ഭീകരമായൊരു കാട്ടുതീ പടർന്ന സമയം. പലയിടങ്ങളിലും വീടുകളും കൃഷിയും ഒക്കെ കത്തി നശിക്കുകയാണ്. സോനോമ കൗണ്ടി പ്രദേശത്തും തീ ആളിക്കത്താൻ തുടങ്ങി. അവിടെ ഷോൺ എന്നൊരാൾ തൻ്റെ ഫാമിൽ 8 ആടുകൾക്ക് കാവലായി ഒഡിൻ എന്ന ഗ്രേറ്റ് പെറ്റനീസ് ഇനത്തിൽപ്പെട്ട ഒരു നായയെ വളർത്തിയിരുന്നു. ഈ തീ ആളിപ്പടർന്നതോടെ ആളുകളും മൃഗങ്ങളും ഒക്കെ ഭയന്നോടുകയാണ്. ആളുകൾ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിലാണ്. ഷോൺ വന്ന് ഒഡിനെ കൂട്ടിക്കൊണ്ടു പോകാൻ പലതവണ ശ്രമിച്ചു. പക്ഷേ നായ തൻ്റെ ആടുകളെ വിട്ടുപോയില്ല. ആടുകൾ വീടിന് പിന്നിലെ ചെറിയ മലഞ്ചെരുവുകളിലാണ്. ആ നായ വീട്ടുകാരുടെ കൂടെ പോവാതെ പടരുന്ന തീയിലൂടെ ഓടി ആട്ടിൻകൂട്ടത്തിൻ്റെ അടുത്തെത്തി. ഓടിൻ കുരച്ചുകൊണ്ട് 8 ആടുകളെയും ഒന്നിച്ചു കൂട്ടാൻ ശ്രമിക്കുന്ന കാഴ്ച കണ്ടാണ് ഷോണിൻ്റെ കുടുംബം സങ്കടത്തോടെ അവിടെ നിന്നും പോയത്. തീ കുറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ഷോണിൻ്റെ കുടുംബം അവശിഷ്ടങ്ങൾക്കിടെ അടങ്ങിയ സ്ഥലത്തേക്ക് മടങ്ങിയെത്തി. മുഴുവൻ പ്രദേശവും കത്തിപ്പോയിരിക്കുന്നു. വീടും കൃഷിയും പ്രദേശത്തെ മരങ്ങളും ഒക്കെയും തീ വിഴുങ്ങി. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച അവർ കണ്ടു. പൊടിപടലങ്ങൾക്കിടയിൽ തല ഉയർത്തി ഒഡിൻ നിൽക്കുകയാണ്. അവൻ ആ കാട്ടുതീയെ അതിജീവിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, അവനെ ചുറ്റിപ്പറ്റി ആ 8 ആടുകളും സുരക്ഷിതരായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവൻ്റെ രോമങ്ങൾ കരിഞ്ഞു പോയിരുന്നു. അവന് പരിക്കേറ്റ് വേദനിച്ചിരുന്നു. പക്ഷേ ആ നായയുടെ കണ്ണുകളിൽ വിജയത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. തീ കത്തിപ്പടർന്നപ്പോൾ അവൻ ആടുകളെ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലുള്ള സുരക്ഷിത സ്ഥാനത്തേക്ക് നയിച്ചു. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവൻ തൻ്റെ കടമ പൂർത്തിയാക്കി. വിശ്വസ്തയോടെ ഉടമയുടെ അടുത്തേക്കെത്തി. ഒഡിൻ എന്ന വളർത്തുനായ ഇന്ന് കാലിഫോർണിയാസ് ഗാർഡിയൻ ഡോഗ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒഡിൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഠമാണ്. കാരണം പ്രതിസന്ധിയുടെ കൊടുമുടിയിൽ ഭയം നമ്മളെ പിടികൂടുമ്പോൾ കടമയെ ജീവിതത്തെക്കാൾ വലുതായി കാണാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ കാവൽ നായയായ ഒഡിൻ, അല്ലേ? ലോകത്തിന് വിശ്വസ്തതയുടെയും ധീരതയുടെയും പ്രതീകം കൂടിയാണ്. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു വാചകം ഓർത്താൽ, മഹത്വത്തിൻ്റെ വില ഉത്തരവാദിത്തമാണ്. തൻ്റെ ഉത്തരവാദിത്വവും കടമയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചതാണ് ഒഡിൻ എന്ന നായ. ആ നായ നമ്മൾ ഇന്ന് പറയാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും എങ്ങനെ നമ്മൾ പൂർത്തിയാക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുന്നത്, അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിങ്ങനെ നമ്മുടെ കടമകളിലൊന്നും പകച്ചു പോകാതെ അത് നിറവേറ്റണം. അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന, നമ്മൾ തുണയാകേണ്ട കുറച്ച് ആളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം.